എൻ്റെ രണ്ട് മക്കൾക്കും, അതായത് എൻ്റെ സുധിച്ചേട്ടൻ്റെ രണ്ട് മക്കൾക്കും ഒരേപോലത്തെ അവകാശത്തിൽപ്പെട്ട വീടാണ് ഈ വീട്. അപ്പം എനിക്കൊരു അവകാശമില്ല. ഞാൻ നിൽക്കുന്നത് വെച്ചാൽ എൻ്റെ പ്രായമായിട്ടുള്ള അമ്മയച്ചുണ്ട്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവർക്ക് നല്ല ഏജാണ്, ഏജ് തന്നെയല്ല അവർക്ക് അസുഖങ്ങളാണ്. എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കണം, ഞാൻ ഈ ഷൂട്ടിനും തിരക്കിനൊക്കെ നടക്കും. എൻ്റെ ഇളയ കുഞ്ഞിനെ ഗൈസ്, അങ്ങനെ അണയാൻ പോകുന്ന തീ ആളി കത്തുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പം ദുഷ്ടനെ പന പോലെ ഉയർത്തുമെന്ന് ഉള്ളൊരു ചൊല്ലുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വിഷയം രേണുസുതിയാണ്. കുറെ അധികം രേണുസുതിയെ സംബന്ധിച്ച് കുറെ വിഷയങ്ങൾ കഴിഞ്ഞിടയൊക്കെ ആയിട്ട് ഓടിയിരുന്നു. പക്ഷെ ഞാൻ അതെടുത്ത് കോണ്ടന്റ് ആക്കിയിരുന്നില്ല, വിട്ട് കളഞ്ഞതാണ്. പോട്ടെ ശല്യം എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോ ഒരുപാട് രേണുസുതിയുടെ കോണ്ടന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം അത് വളരെ വളരെ നമുക്ക് സന്തോഷകരമായിട്ടും രേണുസുതിയുടെ ഉച്ചയ്ക്കിട്ട് കൊട്ടുന്ന ഒരു കൊട്ടായിട്ടും ഒരു എന്താണ് പറയുന്നത്, ഒരു പടക്കം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ അച്ഛനുണ്ടല്ലോ ബിഷപ്പ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോപ്പിയും എല്ലാം ഇപ്പം കിച്ചുവിനാണെങ്കിലും പോയിട്ടുണ്ടെന്നാണ് അറിവ്. അതായത് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മുടെ അച്ഛനെ രേണുസുതിയും കൂട്ടുകാരികളും നിരന്തരമായിട്ട് അപമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്. പണ്ടത്തെ രേണുസുതി എങ്ങനെയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ രണ്ട് പിള്ളേരെ വെച്ച് ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് കടത്തിന്റെ മണ്ടേ കടവുമായിട്ട് നിന്ന് പലരോടും പൈസ ഇറക്കുന്ന ഒരു രേണുസുതിയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഒക്കെ നമുക്ക് വളരെ ദയനീയ അവസ്ഥയാണ് രേണുസുതിയോട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എന്താണ് ഈ സുധി എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ ഒരു പരിപാടിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഫ്ലവേഴ്സ് ചാനലുകാർ ഈ അച്ഛനെ ബിഷപ്പിനെ നേരിട്ട് വന്ന് സംസാരിച്ച് അച്ഛോ ഇവർക്കൊരു സ്ഥലം കൊടുക്കുമോ എന്ന് പറഞ്ഞ് അപ്പം അവരുടെ എല്ലാം ഇടപെടലിൽ കൊണ്ട് അച്ഛൻ ഇവരുടെ വീട് വന്ന് കാണുന്നു. അവർ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും ചെറുപ്രായക്കാരിയായ ഇവരിങ്ങനെ ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുന്നത് നേരിട്ട് കണ്ടതിന് ശേഷമാണ് അച്ഛൻ എന്നാ ശരി ഇവർക്ക് കടക്കാടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു 7 സെന്റ് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടദാനം കൊടുക്കുന്നു. സ്വിച്ചിട്ട പോലെ രേണുസുതി പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായതും അതുപോലെ തന്നെ ഫിറോസിക്ക എന്ന് പറഞ്ഞ HDFC അവര് വന്നിട്ട് ഇവർക്കൊരു 10-25 ലക്ഷം രൂപയുടെ വില മതിക്കുന്ന ഒരു വീടും വെച്ച് കൊടുക്കുന്നു. പക്ഷെ അത് ഫിറോസിക്ക നേതൃത്വം എടുത്ത് നടത്തിയ വീടാണ്, പണിത വീടാണ്. പക്ഷെ അത് ഓരോരുത്തരും പല ആൾക്കാരിൽ നിന്നും കുറെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ടാണ് ആ വീട് പണിതത്. അപ്പൊ അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയ സാറ് മതിൽ കെട്ടാൻ വേണ്ടി 1 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം എന്താണ് പിന്നീട് കിട്ടിയിരുന്നത്? ആട്ടും തുപ്പ് മാത്രം. രേണുസുതിയുടെ കയ്യിൽ നിന്ന് നല്ല ഒന്നര ആട്ടുസൂപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാരും കണ്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സ്വിച്ചിട്ട് പോലെയാണ് രേണുസുതിയുടെ വളർച്ച. സോഷ്യൽ മീഡിയയിൽ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കൂടെ ഇവര് റീൽ ചെയ്യുന്നു. ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്ത് അതിന്റെ റീൽ ചെയ്ത് ഇവര് ഭയങ്കര വിവാദങ്ങളിലോട്ട് കടക്കുന്നു. അപ്പൊ അവിടെ തൊട്ടാണ് രേണുസുതിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടുന്ന് എല്ലാരും ഇവര് ജീവിക്കാൻ വേണ്ടി എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു വേഷം ഇവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടെ, ഇവര് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇവരെ സപ്പോർട്ട് ചെയ്തു വന്നു. അപ്പൊ ഇവർക്ക് പതുക്കെ നെഗറ്റീവ് റീച്ച്, ഇവർക്ക് കൊള്ളാലോ സംഗതി അടിപൊളിയാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിന്നീട് നെഗറ്റീവ് റീച്ചിന്റെ പുറകിന് പോവുകയും, അതായത് ഫിറോസിക്ക കൂട്ടരും വെച്ചു കൊടുത്ത ആ ഒരു വീടിനെ കുറ്റം പറഞ്ഞുകൊണ്ടും അവിടെ എരിച്ചിലടിക്കുന്നതിന് വീട് ചോർച്ചയുണ്ടായി, അതായത് വീട് വെച്ച് 1 വർഷത്തിന് ആകുന്ന മുമ്പ് വീടിന് ചോർച്ചയുണ്ടായി എന്ന് മീഡിയക്കാർക്ക് കാശ് കൊടുത്തു എങ്ങനെയോ പറയിപ്പിക്കും, ഇത് പബ്ലിസിറ്റി ആക്കുകയും പിന്നെ ഇവർ കുറ്റം പറയുന്ന രീതിക്ക് പലയിടത്തും ചെന്ന് ഇന്റർവ്യൂസ് കൊടുത്ത് ഈ ഫിറോസിക്കായും അവരുടെ ബിസിനസിനെയും തകർക്കുന്ന രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ കോൺട്രവേഴ്സികൾ സൃഷ്ടിക്കുകയും ഉണ്ടായ സ്ഥിതിക്ക് അവർ ബിസിനസ്സും തകർന്നു. പ്ലസ് അതുപോലെ തന്നെ ഈ മറുനാടനെയും തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ രേണുസുതിയുടെ അച്ഛനും രംഗത്ത് വരികയും, അതുപോലെ തന്നെ മറുനാടൻ അതിനെതിരായിട്ട് 1-2 വീഡിയോ ഇട്ടിട്ട് അവർ പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് കളഞ്ഞ കേസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പിനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയും കൂട്ടുകാരികളോട് കൂടെ ഇരുന്നും അല്ലാണ്ടും രേണുസുതി തനിയെ പല ഇന്റർവ്യൂ കൊടുത്തും ബിഷപ്പിനെ കരിവാക്കുന്ന നമ്മൾ കണ്ടതാണ്. HDC ഫിറോസ് ഇക്ക തന്ന വീട് കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനായ രാഹുൽ ദാസിനും ഇളയ മകനായ ഋതുൽ ദാസിനും ഒരേപോലെ അവകാശത്തിലാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ 2 മക്കൾക്കും, അതായത് എൻ്റെ സുധിച്ചേട്ടൻ്റെ 2 മക്കൾക്കും ഒരേപോലത്തെ അവകാശത്തിൽപ്പെട്ട വീടാണ് ഈ വീട്. അപ്പം എനിക്കൊരു അവകാശമില്ല. ഞാൻ നിൽക്കുന്നത് വെച്ചാൽ എൻ്റെ പ്രായമായിട്ടുള്ള അമ്മയച്ചുണ്ട്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവർക്ക് നല്ല ഏജാണ്, ഏജ് തന്നെയല്ല അവർക്ക് അസുഖങ്ങളാണ്. എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കണം, ഞാൻ ഈ ഷൂട്ടിനും തിരക്കിനൊക്കെ നടക്കും. എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. എനിക്കിപ്പം പൈസ കൊടുത്ത ഒരാൾ നിർത്തേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ നോക്കാനുള്ള ഇതുള്ളതുകൊണ്ട് അവരവിടെ നിൽക്കുന്നു, അവരെ നോക്കുന്നു. ഇതിന് ആർക്കാണ് എന്താണ് പ്രശ്നം? ഇനി ഈ ഇളയ കുട്ടിക്ക് 18 വയസ്സാകാതെ അതിന് എന്താ പറയുക, അവർക്ക് ഇപ്പോൾ 18 വയസ്സായി കഴിഞ്ഞാൽ മൂത്ത മോനും ഇളയ കുട്ടിക്കും തീരുമാനിക്കാം എങ്ങനെയാണ് വീട്, അങ്ങനെയാണ് എഴുതിയേക്കുന്ന വീട്. ഈ കുട്ടിക്ക് 18 വയസ്സാകണം. എൻ്റെ 2 മക്കളിൽ ഇളയ കുട്ടിക്ക് 18 വയസ്സാകാതെ പൂർണ്ണമായിട്ടും അവർക്ക് 2 പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്രയോ അങ്ങനെ എന്തോ പറയത്തില്ല, നടത്താൻ പറ്റില്ല. അപ്പോൾ ഇനി ഏതൊക്കെ അവളമാർ വന്ന് എന്നെ പറഞ്ഞാലും വെല്ലുവിളിച്ചാലും ഈ ഇളയ കൊച്ചിന് 18 വയസ്സാകാതെ സൗകര്യമില്ല അവിടെ നമുക്ക്.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബിഷപ്പ് രേണുസുതിക്കെതിരെ അല്ലെങ്കിൽ ഈ വസ്തു തിരിച്ച് ലഭിക്കണം, ഈ വസ്തു ഇവർക്ക് ദാനമായി നൽകിയതിനു ശേഷം തനിക്ക് ആട്ടിൻ തുപ്പും മാത്രമാണ്, അപഹാസങ്ങളും പരിഹാസങ്ങളും മാത്രമാണ് ഇവരിൽ നിന്ന് നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ വസ്തു തിരിച്ച് നൽകണം. ഇവരും രേണുസുതിയുടെ കൂട്ടുകാരികളും ചേർന്ന് എന്നെ പലയിടങ്ങളിൽ വെച്ച് അപമാനിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുകയും ചെയ്യണം. ഈ നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനകം ഈ കൂട്ടുകാരികളും ഈ ബിഷപ്പിനെ എവിടെയെല്ലാം സോഷ്യൽ മീഡിയ വഴി എവിടെയെല്ലാം അപമാനിച്ചിട്ടുണ്ടോ ആ വീഡിയോസ് 7 ദിവസത്തിനകം ഡിലീറ്റ് ആക്കാത്ത പക്ഷം തനിക്ക് ഈ വീടും വസ്തുവും തിരിച്ചു നേടണമെന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നാം ഇഷ്ടദാനം കൊടുത്തതല്ലേ, അതെങ്ങനെ തിരിച്ചെടുക്കുമെന്ന്. ഇഷ്ടദാനം കൊടുത്താൽ തിരിച്ചെടുക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇഷ്ടദാനം നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ എന്താ ക്ലോസ് വെക്കും, അതായത് ഒരു കണ്ടീഷൻസ് വെക്കും. അപ്പൊ ആ കണ്ടീഷൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടദാനം നമുക്ക് കോടതി മുഖേന തിരിച്ചെടുക്കാം. അതായത് കണ്ടീഷൻസ് അവർ പാലിക്കുകയാണെങ്കിൽ, നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ തുടരാം. അഥവാ കണ്ടീഷൻസ് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇഷ്ടദാനം കൊടുത്ത ആൾക്ക് അത് തിരിച്ചെടുക്കാമെന്നുള്ളൊരു വകുപ്പുണ്ട്. ഇതൊന്നും ആ ബിഷപ്പിന് അറിയാമേലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു. പാവം എങ്ങനെയും പിഴച്ച് ജീവിച്ച് പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് വിട്ടുകളഞ്ഞാണ്. പക്ഷെ ആളെ മുട്ടിയാൽ ചേരയും കടിക്കുമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഇവിടെ ബിഷപ്പിനെ അപമാനിച്ചെന്ന് മാത്രമല്ല, ആളെ ചീറ്റ് ചെയ്തെന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. കാരണം ഇവർ ആദ്യമേ ദരിദ്രരാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പൊ അവരുടെ ഇവർ ദരിദ്രരല്ല, അത്യാവശ്യം കാശും കാര്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. പിന്നീട് എന്താണ് ഇത് കിച്ചുനും ഇതിന്റെ നോട്ടീസ് പോയിട്ടുണ്ട്, ഇന്ന് അവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അപ്പം ഇത് സംഗതി എന്ന് വെച്ചാൽ കൈവിട്ട ഒരു കേസ് തന്നെയാണ്. രേണുസുതിയുടെ കയ്യിൽ നിന്ന് എന്താണെങ്കിലും പോയി. കാരണം രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമൊന്നുമല്ല. കാരണം ഇത് അവരുടെ പേരിൽ കിട്ടിയ ഒരു കാര്യമല്ല. ഇത് കഴിഞ്ഞ ദിവസം കിച്ചു വന്നിട്ട് ഇത് എന്റെ പേരിൽ കിട്ടിയ വീടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പല മീഡിയക്കാരുടെ മുന്നിലും ഇത് എന്റെ മകൻ ഋതപ്പനും കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് അവകാശം അവിടെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രംഗവും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഞാൻ അടുത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇത് കിച്ചു അങ്ങനെ വന്ന് ലൈവിൽ വന്ന് ഇത് എന്റെ പേർക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് പോയാലും പോയില്ലെങ്കിലും രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ രേണുസുതിയുടെ കയ്യിൽ ആവശ്യത്തിലേറെ പൈസയുണ്ട്, അഹങ്കാരത്തിന്റെ മുൾമുനയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. എന്തെന്നാലും ഇത് സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരിയെ വലിച്ചു കീറാൻ കിട്ടിയ ഒരു നാണയം കൂടെയാണ്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഉളുപ്പ് ചിലപ്പം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ആ പിള്ളേർക്ക് കിട്ടേണ്ട സാധനം പോയി കിട്ടി. ഇത് ഏറ്റവും കൂടുതൽ ഇത് വരുത്തി വെച്ചത് ആരാന്നറിയോ? ഇവരുടെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ സജനയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ആണിക്കല്ല്. കഴിഞ്ഞ ദിവസം തൊട്ട് സജന ബിഷപ്പിനെ അനുമോദിച്ചുകൊണ്ട്, അതായത് ബിഷപ്പിനെ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇറക്കിയപ്പോഴേ തോന്നി ഇതെന്തോ ഒരു പണിയുടെ ഒരു കോള് മണക്കുന്നുണ്ടല്ലോ ആശാന എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എനിക്കാരും ബോധ്യമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു തന്നെ പറയാമോ. അടുത്തൊരു വീഡിയോ ബൈ.